തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന യുവതികളും ട്രാൻസ് വുമണും എല്ലാവരും രംഗത്തേക്ക് വന്നിരിക്കുന്നത്. എന്നാൽ ഈ പരാതിയുമായി മുന്നിലേക്ക് വന്നിട്ടുള്ള ആർക്കും തന്നെയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാനായിട്ട് താല്പര്യമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയുമ്പോഴും പോലീസ് സ്റ്റേഷനിൽ പോയിട്ടൊരു പരാതി കൊടുക്കുക, രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ച് അകത്തിടാനോ ഒന്നും ഇവർക്കൊരു താല്പര്യമില്ല. പക്ഷേ ഇവൻ്റെ ഈ പറയുന്ന രാഷ്ട്രീയത്തിലുള്ള ഭാവി തൊലയ്ക്കണം, ഇവൻ്റെ ഈ പറയുന്ന MLA സ്ഥാനം രാജിവെപ്പിക്കണം, അധ്യക്ഷ സ്ഥാനം കടിച്ചു തൂങ്ങി കിടക്കാതെ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച് പോയെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. നമുക്കറിയാം ഇതിനെതിരെ ഇപ്പം ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും അതേപോലെ തന്നെ ഈ പറയുന്ന പാർട്ടിക്കെതിരെയും പല ആളുകൾ, അത് BJPയും ആയിക്കോട്ടെ അതേപോലെ തന്നെ LDFും ആയിക്കോട്ടെ, ഈ രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് വട്ടം ചേർന്നിട്ട് ആക്രമിക്കുകയാണ്. UDFിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരുന്ന ഒരു കാര്യം പോലെ നമ്മളിവിടെ കാണുന്നത്. ശരിക്കും അങ്ങനെ തന്നെ സ്വാഭാവികമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അങ്ങ് തകർത്ത് കളയണം, അങ്ങ് തളർത്തി കളയണം എന്നുള്ള ഉറച്ച ലക്ഷ്യത്തോടു കൂടി ഇവർ ചെയ്യുന്നൊരു പരിപാടിയാണ് ഇതെന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേര് അതിനെ തള്ളിക്കളയും? കാരണം സത്യം അത് തന്നെ ആയിരിക്കും അല്ലേ? കാരണം എന്താ വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ